എന്ത് നല്ല ഭംഗിയാ നോക്കി ആ മലകളൊക്കെ കാണാൻ വേണ്ടി. രണ്ട് മഹന്മാരും കൂടി റൂട്ട് മാറി. ഇവര് രണ്ടാള് കാരണം ഒരാൾ നമ്മളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ റിച്ചി ടാറ്റാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സമയം ഇപ്പം 5 മണിക്കല്ല ഇറങ്ങാൻ വിചാരിച്ചു, പക്ഷേ സമയം 5:30 മണിയായി. ഇവിടുന്ന് 16 കിലോമീറ്റർ ഉണ്ട്. അപ്പം 6:10 അറിയുന്നേ. നോക്കാം. രാവിലെ തന്നെ ആണ്ട് പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആക്ഷൻ ക്യാമറ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഇന്നലെ വെക്കാൻ കഴിയാത്തതുകൊണ്ടല്ലോ സങ്കടമായിരുന്നു. ഇന്ന് ഇവിടുന്ന് പിന്നെ ഓണാക്കി നോക്കുമ്പോഴേക്കുണ്ട് ഓഫായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം പണി തരുമ്പോൾ എല്ലാവരും തരണമല്ല, അവനായിട്ട് തരാതിരിക്കണ്ട. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ എല്ലാം എടുത്തെത്തിയിട്ട് കാണാം. ഐഡിയസ് മൊത്തം ഇതാ. ഹായ് ഹായ്. ചായ കുടി മത്സരമാണല്ലേ രാവിലെ തന്നെ. എല്ലാവരും എത്തിയാ അവിടുന്ന് തന്നെ. ഹായ്. പുതിയ 2 ആൾക്കാരല്ല, 3 ആളല്ലേ. ഷംസീറ കൃത്യസമയം തന്നെ എത്തിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? മുഷിപ്പിച്ചിട്ടില്ലല്ലോ, കൃത്യസമയം തന്നെ എത്തിയിട്ടില്ലേ? എന്നാലും ഒരു 5 മിനിറ്റ് കുഞ്ഞോള് വിളിച്ചോണ്ടിരിക്കുന്നല്ലേ. പക്ഷെ ഞാൻ സിഗ്നലാണ് 6 മണി പറഞ്ഞിട്ട് 6:15 എത്തിയത്. അതിനെന്തായാലും ഇവര് എന്താ പറയുക ലഗേജെല്ലാം കെട്ടാൻ ടൈം എടുക്കല്ലോ. അപ്പൊ അതിനും കൂടെ ഒരു ടൈം ഞാൻ കൊടുത്തതാണ്. എന്ത് നല്ല ഭംഗിയാ നോക്കി ആ മലകളൊക്കെ കാണാൻ വേണ്ടി. സൂപ്പർബ്. ഇത് നമ്മൾ ഹൈദരാബാദിലേക്ക് പോകുന്ന റൂട്ടാണ്. സമയം ഇപ്പോൾ 8:30 മണിയായി. നമ്മൾ ഇവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അറിയില്ല. 85 കിലോമീറ്റർ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന്. ഇപ്പോൾ ഹൈദരാബാദ് റൂട്ടിലാണ് ഉള്ളത്. നല്ല അടിപൊളി റോഡാണ്, 2 ലൈൻ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അടിച്ചു വിട്ട ഹമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. ബാംഗ്ലൂർ ടൗണിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ പിന്നെ ഓഫീസ് ടൈമൊക്കെ സ്റ്റാർട്ട് ആയി. ഇവിടെ 7 മണിക്കാണ് ഓഫീസിലൊക്കെ ആൾക്കാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം അമ്മയ്ക്ക് ബ്ലോക്കും കാര്യങ്ങളും, പിന്നെ സിഗ്നലൊക്കെ 6 മണിയാകുമ്പോഴേക്കാണ് സിഗ്നലൊക്കെ ഓണാകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് സമയം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കടന്ന് ഹൈദരാബാദ് റൂട്ടിൽ കയറിയപ്പം നല്ല സുഖമായി. പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി റൈഡ് ചെയ്യാൻ വേണ്ടി. തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്. കുറേ സ്ഥലത്ത് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ മുന്നേ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലഡാക്കിൽ തിരിച്ചെടുത്ത് ഞാൻ കയറും. ഉച്ചയ്ക്ക് ഇവിടെയായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. ഇതാ ഗൈസ്. 7. നമ്മളിപ്പോൾ 5 പേരേ ഉള്ളൂ. എനിക്ക് 7 പേരാ വേണ്ടത്. 2 ആൾ വഴിമാറിയിട്ട് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. എയർപോർട്ടിൽ നേരെ റിസീവ് ചെയ്യാൻ വേണ്ടി പോയത്. അതിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവരെല്ലാം ചിരിക്കുന്നുണ്ട്. ഇതിൽ വേറെ 2 മഹന്മാരും കൂടി റൂട്ട് മാറിയത്. എടാ നിങ്ങൾ 2 ആൾ എവിടേക്കാണ് പോയത്? എവിടെ പോയത്? റൂട്ട് മാറിയിട്ട് എവിടെയൊക്കെ പോയോ? ഓ അത് ശരി, വഴിമാറിയതല്ല. അതെ അതെ അതെ. അത് ശരി. അല്ലാണ്ട് വഴിമാറിയതല്ല. നിങ്ങൾക്ക് അങ്ങനെ മാറില്ലല്ലോ. അതെ അതെ. എന്നിട്ട് അഖില എന്നെ വിളിച്ചിട്ടേക്കുന്നത്, എടാ നിനക്കാ മാറിയത് എനിക്കാ മാറിയത്. ഛത്രപതി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അതെ 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 അതെ. അതിനിടയിൽ ഫോട്ടോ കൂടി എടുത്തു. എന്നിട്ട് അതെന്നെ വിളിക്കുന്നത്, എടാ നിങ്ങളെവിടെ ഉള്ളത്? ഞാൻ ചോദിച്ചാൽ ഞാൻ മാറിയാണ്. 2 കൺഫ്യൂഷൻ. ഞാൻ പറയുന്നത് ഞാൻ ഹൈദരാബാദ് റൂട്ടിൽ തന്നെ ഉള്ളത്. അങ്ങനെ അവർ പിന്നെ പെട്ടെന്ന് തന്നെ ഇടത്തിന്. പക്ഷെ 2 പേര് സ്ലോ ആണ്. ഒരാൾ പിന്നെ ആക്സിഡൻ്റൊക്കെ കണ്ടപ്പോൾ ആകെ നെർവസ് ആയി. നല്ല വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങളിവിടെ നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇഡ്ഡലിയാന്നല്ല പറഞ്ഞു, അതിൻ്റെ കൂടെ എക്സ്ട്രാ വട. എനിക്കൊരു വട കിട്ടി. എന്ത് തൊട്ടിലിയോ? അത് നീയല്ലേ ഓർഡർ ചെയ്തത്? Chasing stars and holding you. I can't see the end, but we'll see it through.
ഹെൽമെറ്റിൽ അയച്ച് സമാധാനത്തിൽ വർത്തനം പറയണമെന്നുണ്ട്. പക്ഷേ ഞാനത് ബാക്കിൽ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒക്കെ അടച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് സമയം നിന്നതാണ്. ഇനിയിപ്പോൾ പിന്നെ അവരെന്തായാലും കൂടുതൽ ദൂരെ പോകില്ല. രണ്ടാൾ കുറച്ച് വീക്കാണ്. അപ്പോൾ അവർ സാവധാനേ പോവുള്ളൂ. അപ്പോൾ ആ സമയം എനിക്ക് പിന്നെ അവർ പിടിച്ചാൽ മതി. ഞാൻ മിക്ക സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഫോട്ടോയിൽ എടുത്തിട്ട് സമാധാനത്തിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെപ്പം ബാക്ക് ലീഡ് ചെയ്യാൻ ഇഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സമാധാനമായിട്ട് പോവുക, നമുക്ക് സ്കൂളിലെടുത്ത് നിർത്തി ഇതേപോലെ വ്ളോഗ് ചെയ്യുക, പിന്നെ ഫോട്ടോ എടുക്കുക, അങ്ങനെ എല്ലാം ചെയ്തിട്ട് സമാധാനത്തിൽ പോയാൽ മതിയല്ല. പക്ഷേ ഹെൽമെറ്റ് എല്ലാം അയച്ച് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൈം എടുക്കും. അതുകൊണ്ടാണ് ഹെൽമെറ്റ് അയക്കാൻ നിൽക്കാത്തത്. ഗണ്ടിക്കോട്ടയിലേക്ക് 140 കിലോമീറ്ററേ ഉള്ളൂ. ഏകദേശം 2:30 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുന്ന കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഹൈദരാബാദ് റോഡിൽ നിന്ന് മാറി ഗണ്ടിക്കോട്ടയിലേക്കുള്ള റോഡിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തും നമ്മൾ പറഞ്ഞിരുന്ന നിർത്തല്ല വേഗം പോകുന്ന പറയുന്നുണ്ട്. ഈ ഒരു റോഡ് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ വർക്ക് നടക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒക്കെ പൊട്ടിച്ചിട്ടിട്ടുള്ളത്. പിന്നെ മഴയില്ലാത്തതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. മഴയും കൂടി ഉണ്ടെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഫുൾ ചളിയും പിന്നെ ഇതെല്ലാം കൂടി മിക്സിങ് ആയിട്ട് പിന്നെ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും. ഷൂലൊക്കെ ചളിയാവാനുള്ള ചാൻസ്. ഇപ്പോൾ വണ്ടിയിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ചളിയായി. ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കുണ്ടല്ലോ ഇവിടെ ഇതാ മുത്തിൻ്റെ കുഞ്ഞോളും നമ്മളെ അഖിലിയും ഇവർ രണ്ടാൾ കാരണം ഇതാ ഒരാൾ നമ്മളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. വേറെ കൊണ്ടല്ലേ ഇതാ സുഖമാണോ മലയാളം ഖാദർവലി എന്ന് പറയാം. ഈ റോഡിന്റെ പേരും ഖാദർവലി. പിന്നെന്താ എന്താ ഇത് ഹിന്ദുപൂർ കാദ്രിവാലി ഹൈവേ ആണ്. അപ്പൊ ഇയാള് നെയ്മാന്ന് തോന്നുന്നുണ്ട്. കാദ്രിവാലി. ഓക്കെ, എന്തായാലും പിന്നെ ഈ ചേട്ടൻ പറഞ്ഞ് നമുക്ക് ഒരു ചായ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പിടിച്ചു വെച്ചതാണ്. നമ്മൾ ഉച്ച സമയമായിട്ട് ചായ വേണ്ട, വേറെ എന്തെങ്കിലും വാങ്ങിച്ചത് എന്നാലും വർക്കുണ്ട്. ഇന്ന് മുടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അഖില പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കിട്ടിയിട്ട് നമുക്ക് മുടിപ്പിക്കാൻ വാന്നെല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടതാ. സ്വന്തം ചേട്ടൻ്റെ കൂടെ പോകുന്ന പോലെ പോകുന്നൊക്കെ. ചായ മാറി കുൽഫിയിലൊക്കെ എത്തിയോ? കുറേ ദൂരം റൈഡ് ചെയ്തിട്ട് ഇവർ കുഞ്ഞ് ടൗണിലെത്തിയത്. ഇവിടെ നിന്ന് പെട്രോൾ പമ്പലുള്ളത്. അങ്ങനെ ഇവരൊക്കെ പോയി പെട്രോളെല്ലാം അടിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടുന്ന് പോകുന്ന 132 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം വന്നിട്ട് ഇങ്ങനെ ഒരു ലെവൽ ക്രോസ് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ 3 ആൾക്കാരാണ് ബാലൻസ് ആയിട്ടുള്ളത്. അയ്യോ അയ്മന് ബാക്കിയെല്ലാവരും ക്രോസ് ചെയ്ത് പോയി. നമ്മൾ ലെവൽ ക്രോസിൽ കുടുങ്ങി കരിഞ്ഞുണങ്ങി പോയി. അല്ലെങ്കിലും ഉണങ്ങിയിട്ടേ ഉള്ളത്. ഇപ്പം നല്ലോണമായി. Chasing stars and holding you. I can't see the end, but we'll see it through. ഇവിടെ നല്ലൊരു അടിപൊളി സ്ഥലങ്ങൾ നമ്മൾ സൈഡാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട്. 2 സൈഡും വലിയ മല, അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു പാലം, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല അടിപൊളി പിന്നെ ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടി. നമ്മൾ കുറേ സമയമായി നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആരെങ്കിലും വരും വിചാരിച്ച് കാത്തിക്കുന്നത്. ലാസ്റ്റ് വന്നാൾ നോക്കിയാട്ടെ ഇവനാ വന്നത്. ഇതൊരു ആംഗ്രി മങ്കിയാണ്. വിഭനെ പേടിപ്പിച്ചിട്ടതാ. വിഭവ വണ്ടി എടുത്തിട്ട് ഫോട്ടോയ്ക്ക് വരുന്നുണ്ട്. ഇനിയിപ്പം ആരെ തലയിലേക്കാണെന്നറിയില്ല, എനിക്ക് പേടിയാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ലീവ് ചെയ്തു. സമയം 3 മണിയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ജാക്കറ്റെല്ലാം അഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫാമിലി റെസ്റ്റോറൻറ്റ്. ആന്ധ്ര ബിരിയാണി റൈസാണ്. CRFൻ്റെ ഒക്കെ വരുമ്പോൾ എപ്പോഴും ബിരിയാണിയാണ്. ബിരിയാണി തിന്ന് മതിയായി. ആകെ ടയേർഡായിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക്. ഒന്നാമത് റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡും പിന്നെ അതുമാത്രമല്ല ഹമ്പും. മിക്ക സ്ഥലത്തും ഹമ്പാണ്. എന്തിനാണെന്നറിയില്ല ഇത്രയും ഹമ്പ് ഇട്ടിട്ടുള്ളത്. ഒന്ന് റൈസ് കൊടുക്കുമ്പോഴേക്കും ഹമ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ആദ്യം ഹമ്പ്. അങ്ങനെ കുറേ ഹമ്പിലൊക്കെ ഞാൻ ചാടിയിട്ടാണ് വന്നത്. മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ. ഇവിടെ വന്ന് പറയുമ്പോൾ നമ്മളും ചാടിയും. ഓക്കെ, അപ്പോൾ ഇനി അതായത് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചതിനൊന്ന് ഉഷാറാവും വിചാരിക്കുന്നത്. മുഖം എല്ലാം കരിവാളിച്ച് ചൂടടിച്ചിട്ട് ഒന്നൊന്നര ചൂടാണ്. നാട്ടിലാണെങ്കിലുണ്ടല്ലോ ഇപ്പം നല്ല മഴയാന്ന് തോന്നും. മാച്ചൂരെയാണ് നേരത്തെ വിളിച്ചാൽ മാച്ചു പറഞ്ഞത് ഇവിടെ നല്ല ഇടിയും മിന്നും മഴയല്ല എന്നാണ് പറഞ്ഞത്. അവർ നമ്മളിവിടെ വെയിലത്ത് പൊരിയുന്നു. എന്താ ചെയ്യുക.
തിരിച്ചു പോകുമ്പോൾ എനിക്ക് എന്തായാലും മൈസൂർ കഴിയുമ്പോൾ മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എവിടെയില്ലെങ്കിലും കുടകാകുമ്പോഴേക്കും മഴ പെയ്യും. അതങ്ങനെയാണ്. എപ്പം കുടകിൽ ആ ഒരു പിന്നെ കയറ്റി ഇറക്കും. മിക്ക വിധത്തിലും മഴ കൊണ്ടിട്ട് തന്നെ നോക്കും. മൊബൈലിട്ട് ചാർജിന് വെച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് തീർന്നു. ലൊക്കേഷൻ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ വേഗം ചാർജ് തീരുന്നു. തുടങ്ങിയ മക്കളെ ബിരിയാണി ഞാൻ പറയാം, CRFിൻ്റെ ഒക്കെ എപ്പം വരുമ്പം ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ തരുന്നത് തൈരും ഇതെന്നാ കറിയാണ്, അത് രസമില്ല. അങ്ങനെ ഗൈസ് നമ്മളിതാ ഫുഡ് കഴിച്ച് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പിന്നെ ഫുഡിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓവർ ടേസ്റ്റ് എന്ന് പറയാനില്ല, പക്ഷേ വിഷമമുണ്ട് വാരി കഴിച്ചു അത്രേ ഉള്ളൂ. പിന്നെ നല്ല പുതിയ ഫുഡെല്ലാം തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് നമുക്ക് പിടിക്കാത്തതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. അതാ ഇവിടെയൊക്കെ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മളല്ലേ ഉള്ളൂ കയറാൻ. എൻ്റെ ഇപ്രാവശ്യത്തൊക്കെ ഇതെല്ലാം നോക്കിയാൽ ഇതെന്ത് നീല, പിങ്ക്, ബ്രൗണ്, പലതരം കളറാണ്. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. ഇതാണ് റൂം, 2 എണ്ണം ഉണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി നീറ്റുള്ള റൂമെല്ലാം തന്നെയാണ്. ഇതാ നമ്മളെ റൈഡേഴ്സെല്ലാം സാധനമെല്ലാം എടുത്ത് വരുന്നുണ്ട്. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ആകെ ഒരു 200 മീറ്റർ മാത്രമേ ഈ ഗണ്ടി ഫോർട്ടിലേക്ക് വരേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വേഗം ഒന്ന് അവിടെ നമ്മളെ ലഗേജെല്ലാം വെച്ചപ്പാടെ തന്നെ നേരെ ഫോർട്ടിലേക്ക് വന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കോട്ട കവാടം. ബൈക്കും കാറെല്ലാം തന്നെ കോട്ടൻ്റെ അകത്തോട്ടേക്ക് വെക്കാം. നമ്മൾ ആദ്യം പുറത്താണ് വെച്ചത്, അപ്പം പിന്നെ അവർ അകത്ത് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അകത്തോട്ടേക്ക് കയറിയതാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ ജമലാദഗുദിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള പെന്നാർ നദിയുടെ വലത് കരയിലെ ചെറുതും മനോഹരവുമായ ഒരു ഗ്രാമമാണ് ദ ഗ്രാൻഡ് കാനിയൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗണ്ടിക്കോട്ട. കല്യാണി ചാലൂക്കർ, പെമ്മസാമി നായ്ക്കർ, ഗോൽക്കണ്ഡെ സുൽത്താനേറ്റ് തുടങ്ങിയ വിവിധ രാജവംശങ്ങളുടെ അധികാര കേന്ദ്രമായിരുന്നു ഈ ഫോർട്ട്. കല്യാണി ചാലൂക്യ ഭരണാധികാരികളുടെ സാമന്തരായ കാകരാജാണ് ഈ ഫോർട്ട് നിർമ്മിച്ചത്. തുടർന്നുള്ള മുസ്ലിം ഭരണകാലത്ത് ഇസ്ലാമിക വാസ്തുവിദ്യയുടെ വിവിധ കൂട്ടിച്ചേർക്കലുകൾ നടത്തി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ് ഈ ഫോർട്ട്. മറ്റൊരു ഫോർട്ടിലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഫോർട്ടിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വില്ലേജ് ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്കൂളുണ്ട്, പിന്നെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കടന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് കോട്ടൻ്റെ ഉള്ളിലുള്ള ജയിലാണ്. 2 ടെമ്പിളും 1 മസ്ജിദും പിന്നെ അതുപോലെ തന്നെ റാണി മഹലും പിന്നെ വ്യൂ പോയിൻ്റ്, നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ കാണുന്ന വ്യൂ പോയിൻ്റ്, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ടെമ്പിളിൽ നാളെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നേരെ റാണി മഹൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മളിവിടെ എത്തിയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് വലിയൊരു ഏരിയ കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ മതിൽ പോലെ കെട്ടിക്കൊക്കെ ഈ ഒരു റെഡ് കളറിലുള്ള ഇതിങ്ങനെ കെട്ടി വെച്ചിരിക്കും. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളൂ. ഗൈസ്, നമ്മൾ വന്ന സ്ഥലം മാറിപ്പോയോ ഗൈസ്? പൊളിഞ്ഞ റാണി മഹലുണ്ട്. അതന്നെ റാണി മഹല്. അങ്ങനെ റാണി മഹലിൽ പോയിട്ട് ഒന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മളതിന് വ്യൂ പോയിന്റ് കാണാൻ പോയെന്ന്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് പിന്നെ കോട്ടൻ്റെ അകത്തുള്ള മസ്ജിദാണ്. നമ്മളിപ്പോൾ ഇവിടെ തുമ്പിക്കുണ്ടല്ലോ, 6 മണിയായി. പോരാത്തതിനാണെങ്കിൽ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അവിടെ നല്ല ഇരുടും അടിച്ച്.
അപ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്ന സമയമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ചൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റിയില്ല, അങ്ങനെ നാളെ കാലത്തും വരാൻ. അങ്ങനെ നിന്ന് ഇറങ്ങിയത് നേരെ ഒന്ന് നടക്കാൻ വിചാരിച്ചിട്ട് റെഡ് കളറിലുള്ള കല്ലോട് ഇങ്ങനെ പാകിയ നിരത്തിലൂടെയാണ് നടക്കേണ്ടത്. വാ, അടിപൊളി. ആൾക്കാരൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മഴ എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവരും റിട്ടേൺ വരികയാണ്. അപ്പോൾ അത് നമ്മൾ പോകുന്നത് കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോകാനുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി സംഭവമാണ്. Fly so high, I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it. നമുക്കുണ്ടല്ല ഇതിൻ്റെ മുകളിലെല്ലാം കയറാം കേട്ടോ. പക്ഷേ ഇപ്പം മഴ പെയ്യാനും തുടങ്ങി, സമയം ലേറ്റായി. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ കാലത്ത് വന്നിട്ട് എടുക്കണം. അപ്പോൾ അത് അവരൊക്കെ അവിടെ പോയി നിന്നിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. ഞാനിതാ ഇതിൻ്റെ മുകളിലായി പോയി. അപ്പം ഞാനും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങട്ടെ. എങ്ങനെ വലിഞ്ഞ് കയറിയെന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ വിപണി ഇവിടെ കണ്ടിട്ട് ഓടിച്ചാടി കയറിയതാണ് ഗൈസ്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ തന്നെ നല്ല ഇരുടായി. അപ്പോൾ നമ്മളെ കൂടെ വന്നവരല്ല, ഇവിടെ ഉള്ളവരെല്ലാവരും പോയി, നമ്മളെ ലാസ്റ്റുള്ളൂ. അപ്പം പിന്നെ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന്. ഇവിടുത്തെ സൺറൈസ് അടിപൊളിയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെന്തായാലും രാവിലെ ഒരു 6-6:30 മണിയാകുമ്പോഴേക്ക് വന്നിട്ട് സൺറൈസ് കാണാനുള്ള പരിപാടിയാണ്. അപ്പോൾ നല്ല കയറ്റം അതിങ്ങനെ കയറി വരുന്നോട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഡിന്നറിന് എന്തൊക്കെയാണുള്ളത്? പപ്പടം ഉണ്ട്, കൈട്ട് വരുന്നു. അതെന്താ, ഉരുളക്കിഴങ്ങ് തോരൻ, ബജ്ജി, പ്ലേറ്റ്, അത് തുറന്നേ രസം തുറന്നേ. ഒരു സെക്കൻഡ് അടപ്പൊന്ന് മാറ്റിക്കോട്ടെ. ഉള്ളിലേക്ക് എത്തി ചിക്കൻ. അതാണ് വേണ്ടത് അല്ലേ? ചപ്പാത്തി, തൈര്, ചോറ്. ഓക്കെ, അപ്പം നമ്മൾ വേഗം കഴിക്കട്ടെ. അങ്ങനെ ഗൈസ്, ഉച്ചക്കത്തെ ചോറ് കൊളായതിൻ്റെ ക്ഷീണം മുഴുവൻ ഇപ്പം രാത്രി തിന്നിട്ട് തീർത്ത്. നല്ല ഫുഡായിരുന്നു, എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു. അപ്പോൾ ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. നാളെ കാലത്ത് എണീച്ചിട്ട് വേണം ഫോർട്ടിൽ പോയിട്ട് സൺറൈസ് കാണാൻ വേണ്ടി. അപ്പം ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.